ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ താങ്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് RSSകാർക്ക് കോൺഗ്രസിലും BJPയിലും മറ്റ് പാർട്ടികളിലും ഒക്കെ മാറി മാറി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. പക്ഷേ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അതാണ്. ഇന്ദിരാഗാന്ധിക്ക് വിവിധ ഘട്ടങ്ങളിൽ RSS കൊടുത്തിട്ടുള്ള പിന്തുണ 1980 ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ മരണത്തിന് ശേഷം 84 രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് ബാലാസാഹിബ് ദേവറസും RSSന്റെ സർസംഘചാലകും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രഹസ്യ ചർച്ചയുടെ വഴികൾ ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് മാധ്യമപ്രവർത്തകരും റഷീദ് കിദ്വായി മുതൽ നീർജ ചൗധരി വരെ അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുള്ളത് 84 രാജീവ് ഗാന്ധി 404 സീറ്റ് നേടി ജയിച്ചപ്പോൾ ഓർഗനൈസർ അത് ദ ട്രയംഫ് ഓഫ് ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടാണ് ആഘോഷിച്ചത് എന്ന് മാത്രമല്ല BJP അവർ റെനിഗേറ്റ്സ് കുലം കുത്തികൾ എന്നാണ് വിളിച്ചതും. അപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്നും RSSന് പിന്തുണ നൽകാം അല്ലേ, അല്ലെങ്കിൽ RSSനെ തിരിച്ചും? അല്ലല്ല, ഞാനത് ആദ്യം അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ. അദ്ദേഹം ഈ 6 മാസം മുമ്പ് ഞാൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതിനെക്കുറിച്ച് ഈ രീതിയിലുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞല്ലോ. എന്തായാലും ഞാൻ അതിനെ പുച്ഛിച്ച് തള്ളാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അനിൽകുമാർ CPM-ലെ എത്രയോ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളും അതല്ലെങ്കിൽ കീഴ്ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളും പ്രവർത്തിക്കുന്ന ഒരാളാണ് AK ബാലൻ. അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അല്ല, AK ബാലനെ അപേക്ഷിച്ച് അദ്ദേഹം വളരെ ചെറിയ ആളാണ്. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ ചേർന്നതും എൻ്റെ മതേതര ക്രെഡൻഷ്യൽസ് സംബന്ധിച്ചും AK ബാലൻ നൽകിയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് AK ബാലട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിലും വലിയൊരാളല്ല അനിൽകുമാർ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ കോൺഗ്രസ് ചേർന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് ചേരുന്നതിന് മുമ്പ് സംഘപരിവാറുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും വിജയിച്ച് പരസ്യമായി അതിനെ തള്ളിപ്പറയുകയും ഞാൻ പൂർണ്ണമായിട്ടും RSS മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയെ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ മതേതര ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് RSSനെതിരായിട്ട് BJPക്കെതിരായി നിരന്തരമായി പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ CPM-നകത്തിരുന്നു കൊണ്ട് RSSന് വേണ്ടി സംസാരിക്കുന്ന RSS ഭാഷയിൽ സംസാരിക്കുന്നയാളാണ് അനിൽകുമാർ. മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് CPM-ന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പ്രസംഗിച്ച് ആളല്ലേ അനിൽകുമാർ? ഏതിനകത്തിരുന്നുകൊണ്ട്? CPM-നകത്തിരുന്നുകൊണ്ട് RSSന്റെ ഭാഷയിൽ പ്രസംഗിച്ച ആളാണ് അയാൾ. എനിക്ക് സെക്യുലർ സർട്ടിഫിക്കറ്റ് തരണ്ട കേട്ടോ. നിങ്ങളുടെ സെക്യുലർ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എന്നെ കോൺഗ്രസ്സുകാരനായിട്ട് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തിട്ടുണ്ട്, UDF ഏറ്റെടുത്തിട്ടുണ്ട്. അതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഇനി AK സെന്ററിൽ നിന്ന് കിട്ടാനില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും നോക്കൂ. ഈ എന്ത് പച്ചക്കള്ളവും പച്ച നുണയും വിളിച്ചു പറയാൻ അശേഷം മടിയില്ലാത്ത അങ്ങേയറ്റത്തെ ചർമ്മബലമുള്ള കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് CPM-കാരെന്ന് ഇന്നത്തെ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയല്ലേ. MV ഗോവിന്ദൻ രാവിലെ കൃത്യമായി അഭിലാഷിനോട് പറയുന്നു RSSുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ എല്ലാം വിഷ്വൽ നിങ്ങളുടെ കൈവശം ഇരിക്കുന്നു. ഇപ്പം അനിൽകുമാറും അത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. P. സുന്ദരയ്യയുടെ കത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ കത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. Marxist.org എന്ന് പറയുന്ന വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വെബ്സൈറ്റിൽ P. സുന്ദരയ്യയുടെ കത്ത് കിടക്കുന്നുണ്ട്. ആ കത്തിൽ കൃത്യമായി അച്ചടിച്ചിട്ടുണ്ട് RSSുമായി ബന്ധത്തിന്റെ പേരിൽ ഞാൻ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ അനിൽകുമാർ നിഷേധിക്കുന്നു, ഏറ്റെടുക്കുന്നില്ല. പിന്നെ 67 സംയുക്ത വിധായക ദളിന്റെ കാര്യം പറയുമ്പോൾ പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ മുന്നണിയുടെ കൺവീനറായി എന്ന് പറയുമ്പോൾ അനിൽകുമാർ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം പോലും 10 മണിക്ക് മാറ്റി പറയുന്ന ആളുകൾ എങ്ങനെയാണ് 67 കാര്യം അംഗീകരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് 77 കാര്യം അംഗീകരിക്കാൻ പോകുന്നത്? ഇനി 89 ജ്യോതി ബസുവും വാജ്പേയിയും പിന്നെ സുർജിത്തും എല്ലാവരും കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടില്ല ചിത്രം. 89 എന്ത് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു? അന്ന് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നോ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ രാജീവ് ഗാന്ധിക്ക് അനുകൂലമായി RSS നിലപാട് സ്വീകരിച്ചു. അതേ രാജീവ് ഗാന്ധി അധികാരത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ RSSുമായി ചേർന്നത്, RSSന്റെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ജനങ്ങൾ വിഡ്ഢികളാണെന്ന് അനിൽകുമാറും CPM-ഉം കരുതരുത്. നിങ്ങൾ എത്രയോ കാലമായി ദേശീയ തലത്തെ RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. നിങ്ങൾ മുന്നണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും അടൽ ബിഹാരി വാജ്പേയിയുടെ വീട്ടിലോ സുർജിത്തിന്റെ വീട്ടിലോ വൈകുന്നേരം ചായ കുടിച്ചിരുന്നവരാണ്, ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നവരാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? ഇനി 77 പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ ശിവദാസ് മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് LK അദ്വാനി ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ കെട്ടിയ കൊടികളൊക്കെ ദീപശിഖ അന്നത്തെ ജനസംഘത്തിന്റെ ചിഹ്നമായിട്ടുള്ള ദീപമുള്ള കാവിക്കൊടികളായിരുന്നു. ആ കാവിക്കൊടി കെട്ടിയിട്ടാണ് ശിവദാസ് മേനോന് വേണ്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ LK അദ്വാനി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതൊക്കെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ജീവിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ വേറെയും പരസ്യമായിട്ടുള്ള കാര്യമില്ല. ഇപ്പൊ 77 പാലക്കാടിന്റെ കാര്യം പറയുന്നു. 80 ആരായിരുന്നു കാസർഗോഡ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി? ഞാൻ അതിലേക്ക് വരാം അഭിലാഷേ, ദേശീയ തലത്തിൽ 80 കോൺഗ്രസ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? കോൺഗ്രസ് ഏത് രാഷ്ട്രീയത്തിനെതിരെയാണ് നിന്നത്? 80 ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചറിവുണ്ടായിട്ടുള്ള ഇലക്ഷനാണ്.
RSS അടക്കം എല്ലാ കക്ഷികളും ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ RSSുമായി സഖ്യം ഉണ്ടാക്കി എന്നൊരു ഒരു നട്ടാൽ കേൾക്കാത്ത നോണ പറഞ്ഞിട്ട് CPM-ന്റെ സ്ഥാനാർത്ഥി, പിന്നെയുള്ള സ്ഥാനാർത്ഥി O രാജഗോപാലാണ്. M രാമണ്ണറയും O രാജഗോപാലും തമ്മിലാണ് കാസർഗോഡ് മത്സരം നടന്നത്. അപ്പൊ പിന്നെ ബാക്കി ആളുകൾ എവിടെ പോയി? അഭിലാഷ് അങ്ങനെയല്ല ചരിത്രം. 80-ൽ മൊറാർജി ദേശായി അടക്കമുള്ള ജനതാ പാർട്ടി കുറെ സ്പ്ലിറ്റ് കഷ്ണങ്ങളായല്ലോ. മൊറാർജി ദേശായി അടക്കമുള്ള ജഗ്ജീവൻ റാം അടക്കമുള്ള കഷ്ണത്തിന്റെ ഒപ്പമായിരുന്നു ഇവിടെ അരങ്ങിൽ ശ്രീധരൻ അടക്കമുള്ള ആളുകൾ സോഷ്യലിസ്റ്റിയർ ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ദേശീയ തലത്തിൽ RSS വിരുദ്ധ പോരാട്ടം കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. ഇന്ദിരാഗാന്ധി ആരെ പരാജയപ്പെടുത്തി അധികാരത്തിൽ 80-ൽ കോൺഗ്രസ് ഒരു സെക്കൻഡ് അഭിലാഷ് കോൺഗ്രസ് ആരെ പരാജയപ്പെടുത്തിയിട്ട് അധികാരത്തിൽ വരുന്നത്? കോൺഗ്രസ് RSSനെ പരിചയപ്പെടുത്തി. RSS മുന്നോട്ട് വെക്കുന്ന RSS ബാക്ക് ചെയ്തിട്ടുള്ള പാർട്ടികളെ പരാജയപ്പെടുത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന തെരഞ്ഞെടുപ്പാണ് 80-ലേത്. എന്നിട്ട് നിങ്ങൾ RSSും കോൺഗ്രസും തമ്മിൽ സഖ്യമായിരുന്നു എന്ന് നട്ടാർ കേൾക്കാത്ത നോണ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം ഇവിടെ നമ്മൾ തമ്മിൽ തർക്കം എന്തിനാ? അന്ന് അരങ്ങിൽ ശ്രീധരനൊക്കെയാണെന്നേ അതിന്റെ നേതാവ്, അന്ന് സോഷ്യലിസ്റ്റുകളാണെന്നേ ആ പാർട്ടിയുടെ നേതാവ്. പൂർണ്ണമായിട്ട് പറയട്ടെ, ഇവിടെ പറഞ്ഞ ബാക്കി ചില കള്ളങ്ങൾ പൊളിക്കാണ്ടെന്നേ. ഇവിടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ RSS അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടം നടത്തിയതിന്റെ കേമത്തൊക്കെ പറഞ്ഞു. RSS അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടം നടത്തിയതിന്റെ കേമത്തൊന്നും ഇവിടെ പറയണ്ട. അക്കാലത്ത് 2 കത്തുകൾ ഇന്ദിരാഗാന്ധിക്ക് അന്നത്തെ തൃതീയ സംഘചാലകമായിട്ടുള്ള ദേവർ അയച്ചു. മാപ്പപേക്ഷ കണക്കെയുള്ള ലെറ്റർ ആയിരുന്നു. ആ ലെറ്റർ എന്താ പറഞ്ഞിരുന്നത്? ഇന്ദിരാഗാന്ധിയുടെ എല്ലാ നടപടികളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ദിരാഗാന്ധി തിരിച്ചൊരു മറുപടി പോലും കൊടുത്തില്ല. അതായിരുന്നു ഇന്ദിരയുടെ സ്റ്റാൻഡ്. RSSനെതിരായിട്ടുള്ള സ്റ്റാൻഡ്. ഒരിക്കൽ പോലും RSSനെയോ സംഘപരിവാറിനെയോ എതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങിയിട്ടില്ല. ഞങ്ങൾ എവിടെയും ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് RSSന്റെ നയങ്ങളോട് യോജിച്ചിട്ടില്ല, RSSനോട് കൂട്ടുചേർന്നിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ RSSുമായി ജനസംഘവുമായി BJPയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാത്ത ഒരേ ഒരു പാർട്ടി, ആ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്.